ഹലോ വെൽക്കം ടു ഏഞ്ചൽസ് ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് നമുക്ക് 4 വെറൈറ്റി മിൽക്ക് ഷേക്ക്സ് ട്രൈ ചെയ്താലോ. അപ്പോൾ ആദ്യത്തെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ക്യാരറ്റ് മിൽക്ക് ഷേക്കാണ്. അത്യാവശ്യം നമ്മുടെ വയറൊക്കെ ഫില്ലാവുന്ന ഒരു മിൽക്ക് ഷേക്കാണിത്. അപ്പോൾ അതിനുവേണ്ടി 2 ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഉടഞ്ഞു വരുന്നൊരു പരുവത്തിൽ വേണം നമ്മൾ കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു ചെറിയ പീസ് പഴുത്ത പപ്പായ കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. നല്ല കട്ടയോട് കൂടിയ പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി ഒരു സെർവിങ് ഗ്ലാസ് എടുത്ത് അതിലേക്ക് ചെറുപഴം അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കോൺഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാഷ്യൂനട്ട് ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് ഷേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരു സ്കൂപ്പ് ഐസ്ക്രീമും ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് സെർവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് മിൽക്ക് ഷേക്ക് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതും ഒരു ക്യാരറ്റ് മിൽക്ക് ഷേക്ക് തന്നെയാണ്. ഇതൊരു ഡിഫറെൻറ്റ് രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ക്യാരറ്റ് വേവിച്ചത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടും ക്യാരറ്റ് കൊണ്ടുള്ള മിൽക്ക് ഷേക്ക്സ് ആണെങ്കിലും രണ്ടും 2 ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും ആവശ്യത്തിന് പഞ്ചസാരയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി തണുത്ത പാല് കുറച്ച് ചേർത്ത് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുത്തതിലേക്ക് ആവശ്യത്തിന് തണുത്ത പാല് വീണ്ടും ചേർത്ത് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പാല് ചേർത്ത് മിക്സ് ചെയ്യുന്നത് നല്ലപോലെ അടിഞ്ഞു കിട്ടാനാണ്. ഇനി നമുക്കിത് സെർവിങ് ഗ്ലാസ്സിലേക്ക് ചേർക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ മിൽക്ക് ഷേക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല അടിപൊളി റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് കൂടിയാണിത്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് കുടിക്കാവുന്നതാണ്. ഇനി മൂന്നാമത്തെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് ബിസ്ക്കറ്റ് മിൽക്ക് ഷേക്ക് ആണ്. അപ്പോൾ അതിനുവേണ്ടി 2 ചെറുപഴം ചോപ്പ് ചെയ്തത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഡാർക്ക് ഫാൻറ്റസിയുടെ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ബിസ്ക്കറ്റാണ്, ക്രീം ബിസ്ക്കറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഏത് ബിസ്ക്കറ്റും ഇതുപോലെ ചേർക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ ഒരു പാക്കറ്റ് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ല തണുത്ത പാല് ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് കിട്ടാനായിട്ട് ആദ്യം നമ്മൾ കുറച്ച് പാല് ചേർത്താണ് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ സെർവിങ് ഗ്ലാസ്സിലേക്ക് ഐസ് ക്യൂബ്സ് ചേർത്തിട്ട് നമ്മുടെ മിൽക്ക് ഷേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. നല്ല ചോക്ലേറ്റി ഫ്ലേവറുള്ള തിക്കായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് കൂടിയാണിത്. ലാസ്റ്റായിട്ട് കുറച്ച് ചോക്കോ ചിപ്സ് കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് വിതറി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഷേക്ക് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇനി നമ്മുടെ 4ാമത്തെ മിൽക്ക് ഷേക്ക് എന്ന് പറയുന്നത് മാംഗോ ബനാന മിൽക്ക് ഷേക്കാണ്. അപ്പോൾ മാംഗോ നല്ലപോലെ പഴുത്തത് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു ചെറുപഴവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നേരെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടി ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നല്ല കട്ട പാല് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇതേപോലെ നമ്മൾ കട്ടയായിട്ടുള്ള പാലും ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കയ്യിൽ ഇതേപോലെ കട്ടപ്പാലില്ലെങ്കിൽ നല്ല തണുത്ത പാലും കൂടെ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതങ്ങനെ നമ്മുടെ മാംഗോ ബനാന മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് മാങ്ങയും അതുപോലെ തന്നെ പഴവും ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നല്ല തിക്കായിട്ടാണ് ഞാൻ ഈ മാംഗോ ഷേക്ക് എടുത്തിരിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് പാലും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അതേപോലെ ചെയ്തിട്ട് കുറച്ച് കോൺഫ്ലേക്സും കൂടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ഈ യമ്മി ആയിട്ടുള്ള മാംഗോ ബനാന മിൽക്ക് ഷേക്ക് എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ 4 മിൽക്ക് ഷേക്ക്സും നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള മിൽക്ക് ഷേക്ക്സ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.